ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SPTCM. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാളികേരെല്ലാം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെല്ലാം പ്രവാസ ലോകത്താണ്. നമ്മൾ എല്ലായിടത്തും പോയിട്ട് നാളികേരെല്ലാം വാങ്ങിക്കും. നേരത്തെ എല്ലാം നമ്മൾ ചരുകിയ നാളികേരമാണ് വാങ്ങിച്ചിരുന്നത്, നാളികേരം തേങ്ങ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു ബോക്സിന് നമുക്ക് 2.5 ദിറംസ് അല്ലെങ്കിൽ 2 രൂപ മുതൽ 2 ദിറംസ് ഒരു 3 ദിറംസ് വരെ ആവും. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മളൊരു അരമുറി തേങ്ങ ചിരകുന്ന ആ ഒരു തേങ്ങയെ ആ ഒരു ബോക്സിൽ ഉണ്ടാവുള്ളൂ. അതിന് നമുക്ക് 2 മുതൽ 2.5 ദിറംസ് വരെ കൊടുക്കേണ്ട ഒരു വിശേഷമുണ്ട്. ആ സമയം നമ്മൾ ഒരു മുറി തേങ്ങ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചിരകയാണെങ്കിൽ നമുക്ക് 2 ബോക്സ് തേങ്ങ കിട്ടും. അപ്പോൾ എത്ര 5 ദിറത്തിനുള്ള തേങ്ങ നമുക്ക് കിട്ടും. ഒരു മുഴുവൻ തേങ്ങ വാങ്ങിക്കാനായിട്ട് നമുക്ക് എത്ര ദിറംസ് ആവും? സാധാരണ ലെവലാണെങ്കിൽ 2 ദിറംസ് അല്ലെങ്കിൽ 2 മുതൽ 3 ദിറംസ് ഒക്കെയാണ് നോർമൽ റേറ്റ്. പക്ഷേ മിക്കപ്പോഴും എല്ലാ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഓഫർ ഉണ്ടാവും. ചിലപ്പോൾ 99 പിൽസ് 1 ദിറംസ് 1.45 അങ്ങനെ 2 ദിറംസൊക്കെ വരുള്ളൂ. അപ്പോൾ 1 ദിറംസിനെ കിട്ടുന്ന സമയത്തൊക്കെ ഒരു 5-10 തേങ്ങ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള നമ്മളുടെ തേങ്ങ ഉപയോഗിക്കാനുള്ള തേങ്ങ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഒരു ചിരവ കൊണ്ടുവരിക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ തേങ്ങ കൊത്തിയിട്ട് മിക്സിയിലിട്ട് അടിച്ചാലും മതി. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല, തേങ്ങ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തേങ്ങ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമ്മൾ തേങ്ങ വാങ്ങിക്കുമ്പോൾ പലർക്കും അബദ്ധം പറ്റാറുണ്ട്. ചിലപ്പോൾ തേങ്ങ ചീത്തതായിരിക്കും, ഉള്ളിൽ ചീഞ്ഞുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഈ ചെറിയ തേങ്ങ വാങ്ങിക്കുക. എന്തായാലും ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് മുഴുവൻ തേങ്ങയാണ് വാങ്ങിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ല തേങ്ങ കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ചില ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞങ്ങളിവിടെ നിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ്റെ കൂടെ സൂര്യവായോ ഇല്ല, സൂര്യവനുണ്ട്. അപ്പോൾ സൂര്യയുടെ ഫോട്ടോ കാണുന്നില്ല, ഒന്ന് തിരിച്ചു നോക്കുക. സൂര്യ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് ഞങ്ങൾ 2 പേരും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മളത് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. മോസ്റ്റ്ലി ഇപ്പോഴത്തെ ഇതിൽ ആരും തേങ്ങ ഇങ്ങനെ മേടിച്ച് ചേരാനുള്ള ഞങ്ങൾ 2 പേരും കൂടി ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മക്കളൊന്നും ഇല്ലൂടെ. അപ്പോൾ സാധാരണ മോളുണ്ടെങ്കിൽ മോള് നമ്മളെ വീഡിയോ എടുക്കാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പരീക്ഷണം ചെയ്യണം. അപ്പോൾ സൂര്യ അതിൽ നോക്കി പറയണേ. മോസ്റ്റ്ലി ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ തേങ്ങ വാങ്ങി ചേരാനുള്ള ടൈം കണ്ടെത്താറില്ല. എല്ലാവരും ഈസിയസ്റ്റ് വേണം നോക്കാറുള്ളത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനത്തെ തേങ്ങ വാങ്ങി മുഴുവൻ തേങ്ങ വാങ്ങി വീട്ടിൽ കറി വയ്ക്കുമ്പോൾ രണ്ടിനും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി അവിടെ ചെരി വെച്ചതായിരിക്കും, നമ്മളോട് ആവശ്യത്തിന് ചേരുന്നതായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് വെക്കാം. നമ്മൾ എങ്ങനെ വന്നാലും ഫ്രഷ് തേങ്ങ വാങ്ങിച്ച് ചിരവി കിട്ടുമ്പോൾ നമ്മൾ ടേസ്റ്റ് നമ്മൾ മുൻകൂട്ടി ചിരവി വെച്ച തേങ്ങ കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. കാരണം ആ ഫ്രഷ് തേങ്ങ പൊട്ടിച്ചിട്ട് ആ തേങ്ങ കുടിക്കുകയും ചെയ്യാം. ആ തേങ്ങ ചിരവുമ്പോൾ ആ ഫസ്റ്റ് തേങ്ങക്ക് ഉണ്ടാകുന്ന ഒരു മധുരം ഉണ്ടല്ലോ, ആ ഒരു തേങ്ങക്കും അങ്ങനെ തേങ്ങ ചിരണ്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ അങ്ങനെ പൊട്ടിച്ചിട്ട് അതുപോലെ ചിരവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും ഉണ്ടാവും അല്ലേ. നമ്മൾ ഈ ഫ്രീസറിലൊക്കെ വയ്ക്കുമ്പോൾ അതിൽ കൊണ്ടുപോയി മീൻ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ കയറി തേങ്ങ പിടിക്കും. അപ്പം നമ്മൾ വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോൾ ആ മീനിൻ്റെ മണം കയറി വരും. അപ്പം നമ്മൾ സമയമില്ലാത്തവർ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെരി ഇങ്ങനെ ചേരാൻ പറ്റില്ലെങ്കിൽ അത് നമ്മൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ വേഗം ചേരാൻ പറ്റും. കഷ്ണങ്ങളാക്കിയിട്ട് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് എങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടിക്കണ മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കഷ്ണമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് ചേരാൻ പറ്റും. മീൻസ് ചെരല്ല, ഇങ്ങനെ ചെറിയ പോലെ കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനത്തിനെങ്കിൽ മുഴുവൻ തേങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ, ശരിക്കും വലിയ തേങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ പച്ച നിറം തന്നെയാണോ എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ നല്ല പച്ച നിറമുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും, അതുപോലെ അതിൽ മാംസളമായ ഉൾക്കാമ്പൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. തവിട്ട് നിറമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വാടിയതോ മൂക്കാത്തതായുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറയണത് നമ്മൾ വലിയ തേങ്ങ നാട്ടിൽ വാങ്ങിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഒരു തേങ്ങയുടെ രൂപം നോക്കുകയാണെങ്കിൽ, അപ്പോൾ നല്ലപോലെ ഉരുണ്ട തേങ്ങയാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും. കുറച്ച് വീതി കൂടിയ പോലെ ഇരിക്കുന്ന തേങ്ങകളാണെങ്കിൽ നല്ലതുപോലെ മൂത്തതായിരിക്കും, ഇവയിൽ വെള്ളം കുറവായിരിക്കും. കറികളിൽ അരയ്ക്കാൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ വെള്ളം കുറഞ്ഞ നല്ല മൂത്ത തേങ്ങയാണ് കറികളെല്ലാം അരയ്ക്കാൻ ഉപയോഗിക്കേണ്ടത്.
പിന്നെ നമ്മൾ തേങ്ങ വാങ്ങിക്കുമ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യണം എന്താ ഒരു തേങ്ങ നമ്മള് ആ കണ്ണുമ്പോ ഇങ്ങനെ തൊട്ട് നോക്കും പിന്നെ പിന്നെ ചവിരി പോലുള്ള സാധനം ഉണ്ടാവണം. അല്ല അതൊക്കെ ബെസ്റ്റ് ഏറ്റവും ബെറ്റർ വന്ന് നോക്കാണ്ട് നമ്മൾ എടുത്തിട്ട് ആദ്യം ചെയ്യുന്ന ആൾക്കാർ അതെ ഈ കുലുക്കി നോക്കുന്ന സംഭവം നമ്മൾ നോക്കണം. കുലുക്കി നോക്കുമ്പോൾ അതെങ്ങനെ മനസ്സിലാവും നല്ലത് എങ്ങനെയാണെന്നുള്ളത്? അതെ കുലുക്കി നോക്കുമ്പോൾ നമുക്ക് ഈ തേങ്ങ കരിക്കാണോ മൂത്തതാണോ ചീത്തയാണോ എന്നെല്ലാം അറിയാം. ഈസി ആയിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ കുലുക്കി നോക്കാം. കുലുക്കി ഇങ്ങനെ ചെവിക്ക് സമയം കുലുക്കി നോക്കുമ്പോൾ പറ്റും. ഇതിനകത്ത് വെള്ളം കേട്ടിട്ടുണ്ടെങ്കിൽ തേങ്ങ നല്ലതാണ്. വെള്ളം ഇല്ലാണ്ട് വെറുതെ കുലുങ്ങിയാണെങ്കിൽ പോടാണെന്നല്ല പോട് തേങ്ങ അല്ലെങ്കിൽ പേട് തേങ്ങ അല്ല പേടല്ലേ പറയാം, പേട് തേങ്ങ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ കുലുക്കി നോക്കുന്ന സമയത്ത് തേങ്ങക്ക് നല്ല കട്ടിയുണ്ട് അല്ലെങ്കിൽ ഭാരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായി സംഭവം അത് കരിക്കായിരിക്കും എന്നുള്ളതാണ്. കാരണം വെള്ളമുള്ളതായ തേങ്ങക്കാണ് ഭാരം കൂട്ടുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ കുലുക്കി നോക്കുക എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഭാരം കൂടുതലോ കുറവാണെങ്കിൽ തന്നെ മുപ്പത്ത തേങ്ങയാണെങ്കിൽ അതിന് ഭാരം പൊതുവെ കൂടുതലായിരിക്കും. അതായത് കരിക്ക് ഈ നമ്മൾ അതുപോലെ തന്നെ ഒട്ടും ഭാരമില്ലാത്ത തേങ്ങ വാങ്ങിക്കുകയും ചെയ്തത് അത് പേടായിരിക്കും. പിന്നെ കുലുക്കി നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് ഭാരമുള്ളതൊക്കെ ആണെങ്കിൽ വെള്ളം കുലുക്കുമ്പോൾ ഭാരം ഉണ്ട്. അതുപോലെ അടയാളം ഉള്ള പാടുകളോ ഉണ്ടെങ്കിൽ തേങ്ങയുടെ പുറത്ത് എന്തെങ്കിലും അടയാളോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം തേങ്ങ പൊട്ടിച്ച് അല്ല പറ്റുന്നത്. അപ്പോൾ ആ മൂക്കിൻ്റെ ഭാഗത്തുള്ള ചകിരി ഉണ്ടല്ലോ അത് നോക്കാം. അത് ഇല്ലാത്തത് വാങ്ങിക്കരുത്. കാരണം മൂക്കിൻ്റെ ഭാഗത്ത് ചകിരി പോയിട്ടുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് ചീഞ്ഞ് പോകും. അപ്പോൾ അത് നോക്കാം. നന്നായിട്ടിരിക്കുന്നെങ്കിൽ നല്ല ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ ഉണങ്ങിയ തേങ്ങ ഉണക്ക തേങ്ങ വരുന്നത് ശ്രീലങ്ക തേങ്ങയും വരുന്നുണ്ട്, നാട്ടിലുള്ള തേങ്ങയൊക്കെ വരുന്നുണ്ട്. ചെറിയ തേങ്ങ വാങ്ങിച്ചാൽ നല്ല ഉള്ളുണ്ടാവും. ചിലപ്പോൾ വലിയ തേങ്ങ ആൾക്കാർ വാങ്ങിക്കും. വലിയ തേങ്ങ വാങ്ങിക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ